നമസ്കാരം. ഞാൻ ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽസ്, ഒറ്റപ്പാലം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രൊഫൈൽ പ്രേംജിത്ത് പ്രകാശ്. പ്രേംജിത്ത് പ്രകാശിൻ്റെ നാൾ വന്നിട്ട് ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 28 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ജാതകം നിർബന്ധമാണ്, അതായത് മാൻഡേറ്ററിയാണ്, ജാതകം നോക്കും അവർ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് M.Tech ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, NIT സൂറത്കൽ. NIT സൂറത്കലിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ M.Tech എടുത്ത കുട്ടിയാണ്. B.Tech സിവിൽ എഞ്ചിനീയറിംഗ് CET തിരുവനന്തപുരത്ത് നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ B.Tech ആൻഡ് M.Tech ഇത് കഴിഞ്ഞ് അദ്ദേഹം ബാംഗ്ലൂരാണ് നല്ല ഒരു MNC കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട്. അച്ഛൻ വന്നിട്ട് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ റെയിൽവേയിലും ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും റിട്ടയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് ദിക്കുന്നും അവർ റിട്ടയർ ആയിട്ട് ഇരിക്കുകയാണ്. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഒരു ബ്രദറാണുള്ളത്. ബ്രദർ റെയിൽവേ തന്നെ ജോലി ചെയ്യുകയാണ്. ഇവരുടെ സ്വദേശം വന്നിട്ട് മലപ്പുറമാണ്. ഇവരുടെ സ്വദേശം തിരുവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 166 സെൻറ്റിമീറ്ററാണ്. 56 kg വെയ്റ്റ്. നോൺ വെജാണ് ഭക്ഷണം രീതികളൊക്കെ, നോൺ വെജും വെജിറ്റേറിയനും നോൺ വെജും. അതേപോലെ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ആരൊക്കെങ്കിലും, അതായത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂരാണ് ആ കുട്ടിയുടെ പെൺകുട്ടികളുടെ ലൊക്കേഷൻ. അവർക്ക് അതാണ് വേണ്ടത്. ഈ ഡിസ്ട്രിക്റ്റിലെ കുട്ടികളെയാണ് അവർ ഇപ്പോൾ തൽക്കാലം നോക്കുന്നുള്ളൂ. പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രീഫെയ്ഡ് ലൊക്കേഷൻസ് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെയായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ ഡീറ്റെയിൽ എല്ലാം എടുത്തു തരുന്നതാണ്. നമ്മളുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ചാർജ് എന്ന് പറയുന്നത് 3 മാസത്തേക്ക് 600 രൂപയാണ്. അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അടുത്തത് നമുക്കുള്ളത് മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് 3 മാസത്തേക്ക് 1000 രൂപയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 3 മാസം കഴിഞ്ഞാൽ സെയിം എമൗണ്ട് വെച്ചിട്ട് റിന്യൂ ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഏകദേശം ഒരു 654 കുട്ടികളുടെ കല്യാണം എൻ്റെ അറിവിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അറിവിൽ കഴിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും വിവാഹം കഴിഞ്ഞാൽ പറയാൻ ഒരു പേടിയാണ്. കാരണം ഇന്നത്തെ വിവാഹ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ മാട്രിമോണിയൽ സൈറ്റുകളും അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഇവരെല്ലാവരും കൂടി കണ്ടമാനം പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കല്യാണത്തിന് എൻഗേജ്മെൻറ്റ് ദിവസം ഇത്ര പൈസ, കല്യാണത്തിൻ്റെ മുന്നേ ഇട്ട് ഇത്ര പൈസ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ജനം കല്യാണം ശരിയായി കഴിഞ്ഞാൽ എന്നോട് പറയാൻ മടിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പൈസ വാങ്ങിക്കുമോ എന്നുള്ളൊരു പേടി വിചാരിച്ചിട്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നേ വരെ ഒരാളുടെ കയ്യിൽ നിന്നും ഞാൻ പോയി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഒരു വർത്തമാനം, നമുക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് പറയുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ ചാർജ്, റിന്യൂവൽ ചാർജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അല്ലാതെ ഒരു കസ്റ്റമറെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛനെ അമ്മയെ പോയിട്ട് ഞാൻ ഉപദ്രവിക്കാൻ പോലോ അല്ലെങ്കിൽ പൈസ കിട്ടിയില്ല, അതില്ല, ഇതില്ല, ഇങ്ങനത്തെ വർത്തമാനങ്ങൾ ഞാൻ ഒരിക്കലും പറയാൻ പോകാറില്ല. ആർക്ക് താല്പര്യമില്ല അവർക്ക് ജോയിൻ ചെയ്യേണ്ട. ജോയിൻ ചെയ്യുന്നവർ, ഇവിടെ ലൈവായിട്ട് നിൽക്കുന്നവർ റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെ പറയാറുള്ളൂ. പിന്നെ കഴിയാവുന്നത്ര നമ്മൾ ഈ ഹോറോസ്കോപ്പിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താ ഹോറോസ്കോപ്പിനെ പറ്റിയിട്ട് മിനിമം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിയാവുന്നത്ര ഹോറോസ്കോപ്പിനെ പറ്റി സംസാരിക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക.
ഇത് നോക്കാനായിട്ട് ധാരാളം ജ്യോത്സ്യന്മാർ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നോക്കിപ്പിക്കുക, അവർ നോക്കി പറയട്ടെ. നമ്മളായിട്ട് ഇത്ര ദോഷമുണ്ട് അത്ര ദോഷമുണ്ടെന്ന് പറയാതിരിക്കൽ ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിയാവുന്നത്ര ഭംഗിയായിട്ട് പണിക്കരെ കണ്ട് അല്ലെങ്കിൽ ജ്യോതിഷനെ കണ്ട് ആ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ആദ്യം ഫോട്ടോ കാണാൻ ശ്രമിക്കുക. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതകം നോക്കുക. ജാതകം നോക്കണം എന്നുള്ളവർ ജാതകം നോക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കുക. അങ്ങനെയൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോവുക. എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. കൂടുതൽ പ്രായമായിട്ട് പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാട്ടിലും നല്ലത് നേരത്തെ കാലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. കഴിയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവുക എല്ലാവരും. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാവുന്നില്ല. 100% ഓക്കെ ആയിട്ടൊന്നും ആരും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.